നമസ്കാരം. ഇതിപ്പോൾ ഫെബ്രുവരി മാസമാണ്. ഫെബ്രുവരി മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്യുന്നതിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. എല്ലാ ജീവനക്കാരും ഈ ഫെബ്രുവരി മാസത്തെ സാലറി പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പായി അവരുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആനുവൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് അതാത് ഓഫീസുകളിൽ നൽകണമെന്നുള്ള നിർദ്ദേശം എല്ലാ ഓഫീസിൽ നിന്നും ജീവനക്കാർക്ക് ലഭിക്കാറുണ്ട്. നിങ്ങൾക്കും അത് കിട്ടിയിട്ടുണ്ടാകും. ചിലർ ചോദിക്കുന്നത്, ഈ 2025-26 സാമ്പത്തിക വർഷത്തിൽ 12,75,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാനിങ്ങനെ ഈ ആനുവൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്? എന്നാൽ വാസ്തവം എന്താണ്? 4 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ 4 ലക്ഷത്തിന് മുകളിൽ 8 ലക്ഷം വരെ ഉള്ളവർ 5% നിരക്കിലും, 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെ വരുമാനമുള്ളവർ 10% നിരക്കിലും ഇൻകം ടാക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ സാലറി ഒരു 5 ലക്ഷമാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഇൻകം ടാക്സ് കൊടുക്കേണ്ടതാണ്. പക്ഷേ സർക്കാർ എന്ത് ചെയ്തു? ഒരു 60,000 രൂപ റിബേറ്റ് അനുവദിച്ചു. അപ്പോൾ ഈ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള ആ 4 ലക്ഷത്തിന് 5%, അതായത് 4 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുന്നത് 20,000 രൂപ. പിന്നെ അടുത്തത് ഈ 8 ലക്ഷം മുതൽ 12 ലക്ഷം വരെയുള്ള 4 ലക്ഷം, ആ 4 ലക്ഷത്തിന് 10% ടാക്സ്. അപ്പോൾ എത്രയാണ്? 40,000 രൂപ. അപ്പോൾ ഈ 20,000-വും 40,000-വും ചേർന്ന 60,000 രൂപ സർക്കാർ റിബേറ്റ് അനുവദിച്ചതുകൊണ്ടാണ് നമുക്ക് ടാക്സ് കൊടുക്കേണ്ടാത്തത്. അതുപോലെ തന്നെ 75,000 രൂപ പെൻഷൻകാർക്കും ജീവനക്കാർക്കും സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ടും അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 12,75,000 രൂപ വരെ വരുമാനമുള്ളവർക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. എങ്കിലും നമ്മുടെ വരുമാനം എത്രയാണ് എന്നുള്ളത് ഇൻകം ടാക്സിനെ അറിയിക്കാതെ പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ ലോൺ എടുക്കുന്നതിനും മറ്റുമായി നമുക്ക് ഫോം 16 ആവശ്യമായി വരും. അപ്പോഴും നമ്മൾ ഈ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫീസിൽ സമർപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ ജീവനക്കാരും ഈ ആനുവൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്ത് ഒപ്പിട്ട് ഓഫീസിൽ നൽകണമെന്ന് പറയുന്നത്. ഈ വർഷത്തെ IT സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറന്നു പോകാനിടയുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ചില ഇൻകവും ചില ഡിഡക്ഷനും ഒക്കെ നമ്മൾ മറന്നു പോകാനിടയുണ്ട്. അത് നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് വഴിയെ പറയാൻ കഴിയും. വർക്കിംഗ് ക്ലാസ് ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെയും വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ്. ആനുവൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം ഈ ടാക്സ് ലാബിലൊക്കെ വളരെയധികം വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. IT സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മുടെ കയ്യിൽ വേണ്ടത് നമ്മുടെ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇത് സ്പാർക്കിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെ സ്പാർക്കിൽ നിന്ന് എടുക്കാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ ഒരു ജീവനക്കാരൻ്റെ പേഴ്സണൽ ലോഗിനിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. യൂസർ കോഡ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെൻ നമ്പറാണ്. പെൻ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. എങ്ങനെയാണ് ഈ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ വർക്കിംഗ് ക്ലാസ് വളരെ വിശദമായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട്. ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്യുകയാണ്. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുന്നു. ഇവിടെ നോക്കുക, പ്രൊഫൈൽ അഡ്മിൻ, ലോൺസ്, അഡ്വാൻസ്, സർവീസ് മാറ്റേഴ്സ്, ഇൻകം ടാക്സ്. ഇവിടെ ഇൻകം ടാക്സ് എന്നുള്ള ആ ടാബിൻ്റെ തൊട്ട് താഴെയുള്ള സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ആ സബ് മെനുവിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫിനാൻഷ്യൽ ഇയർ ആണ് നൽകേണ്ടത്. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2025-26. 2025 കൊടുത്തു, 2026 വന്നു. പ്രൊസീഡ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ആ സാലറി ഡ്രോൺ റിപ്പോർട്ട് ഡൗൺലോഡായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ 2025 മാർച്ച് മുതൽ 2026 ഫെബ്രുവരി വരെയുള്ള സാലറി ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ഫെബ്രുവരി എങ്ങനെ വന്നു എന്ന്? ഫെബ്രുവരി സാലറി എടുത്തില്ലല്ലോ. പക്ഷേ ഏതാണ്ട് ഈ ജനുവരിയിലെ സാലറി തന്നെയായിരിക്കും ഫെബ്രുവരിയിൽ എന്നുള്ള അസംഷനിലാണ് ഈ 2026 ഫെബ്രുവരിയിലെ സാലറി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഏറ്റവും താഴെ ഗ്രോസ് സാലറി കിട്ടിയിട്ടുണ്ട്. PF പോയതുണ്ട്, SLA എത്ര പോയിട്ടുണ്ട്, അതുപോലെ തന്നെ GIS എത്ര പോയി, GPIS എത്ര, ഓരോന്നും NPS പോയതും എല്ലാം ഇവിടെ ഏറ്റവും താഴത്തെ ഈ കോളത്തിൽ നമുക്ക് ഇതെല്ലാം കിട്ടും. ലീവ് സറണ്ടർ മാറിയിട്ടുള്ളവരാണെങ്കിൽ കൃത്യമായും അത് നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ലീവ് സറണ്ടർ മാറിയതും മാറാത്തതുമായ ആൾക്കാരുണ്ട്. ഇനി ഈ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിനെല്ലാം ലീവ് സറണ്ടർ കയ്യിൽ കിട്ടുന്നതാണ്. അപ്പോൾ അവരും അത് നമ്മുടെ ഇൻകമായിട്ട് കൂട്ടണം.
ഇനി നമ്മുടെ പി എഫിലേക്ക് പോയിട്ടുള്ളവരുണ്ട്, അവർക്കും ഇത് ഇൻകമായിട്ട് തന്നെ കണക്ക് കൂട്ടണം. അപ്പോൾ പി എഫിലേക്ക് പോയാൽ നമ്മുടെ ഈ വർഷത്തെ ഇൻകമായിട്ടാണ് കൂട്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് സാലറി അരിയറാണ്. നമുക്ക് നമ്മുടെ പേ റിവിഷൻ അരിയറിൻ്റെ 1ഉം 2ഉം ഗഡുക്കൾ നമുക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് പി എഫ് അക്കൗണ്ടിലേക്കാണ് പോയതെങ്കിൽ പോലും അത് നമ്മുടെ ഈ വർഷത്തെ ഇൻകമായിട്ട് വേണം കണക്ക് കൂട്ടേണ്ടത്. അതെല്ലാം നമ്മൾ IT സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വിശദമായി പറയും. അപ്പോൾ ഇങ്ങനെയാണ് സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടേക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് IT സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ IT സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന ഒരു സൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. നേരത്തെയും പല വീഡിയോയും ഇതിനെക്കുറിച്ച് വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുള്ളതാണ്. ആ സൈറ്റാണ് താരതമ്യേന വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ആ സൈറ്റ് തിരഞ്ഞെടുക്കുന്നത്. ഇക്കോസ്റ്റാറ്റ് എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. ഇക്കോസ്റ്റാറ്റ് എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലൊരു പേജിലേക്ക് പോകുന്നു. ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ 2025-26 എന്നിവിടെ കാണാം. നമ്മളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ആദ്യം പേര്, അതിനുശേഷം പാൻ നമ്പർ. ഞാനിപ്പോൾ യഥാർത്ഥ പേരോ പാൻ നമ്പറോ ഒന്നും കൊടുക്കുന്നില്ല, ഒരു സാമ്പിൾ കാൽക്കുലേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡമ്മി ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകുന്നത്. ഓഫീസ് നെയിം കൊടുത്തു. ഇനി സെലക്ട് ദ കാറ്റഗറി. എംപ്ലോയീസൊക്കെ ബിലോ 60 ഇയേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ആദ്യത്തെ കാറ്റഗറിയാണ് സെലക്ട് ചെയ്യുന്നത്. 60 വയസ്സ് കഴിയുമ്പോൾ അത് സീനിയർ സിറ്റിസൺ ആവും. സീനിയർ സിറ്റിസൺസിന് കുറേ അധികം ഇളവുകൾ ഉള്ളതുകൊണ്ടാണ് സീനിയർ സിറ്റിസൺസ് വേറൊരു കാറ്റഗറി ആയിട്ട് ഇതിനകത്ത് കാണുന്നത്. സൂപ്പർ സീനിയർ സിറ്റിസന് കുറച്ചുകൂടി ഇളവുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമുക്കിവിടെ എംപ്ലോയീസിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ബിലോ 60 ഇയേഴ്സ് സെലക്ട് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ. ചൂസ് ദ ഇൻകം ടാക്സ് സ്ലാബാണ്. ഏത് സ്ലാബാണ്, ന്യൂ റെജീം വേണോ ഓൾഡ് റെജീം വേണോ നമുക്ക് തീരുമാനിക്കാം. ഏത് തീരുമാനിച്ചാലും 2 റെജീമിലുമുള്ള കാൽക്കുലേഷൻ അവസാനം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഏതോ ആയിക്കോട്ടെ, നമ്മളിവിടെ ന്യൂ റെജീം തന്നെ അവിടെ ലീവ് ചെയ്യുന്നു. ഇനിയാണ് ഇൻകം ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. മാർച്ച് 2025 മുതൽ ഫെബ്രുവരി 2026 വരെയുള്ള സാലറി ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ എടുത്തു വച്ച ഒരു സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഡീറ്റെയിൽസ് ഞാനിവിടെ എൻ്റർ ചെയ്യുകയാണ്. അവിടെ മാർച്ചിലെ സാലറി എന്ന് പറയുന്നത് 1,05,850 ആയിരുന്നു. ഏപ്രിലും അത് തന്നെയാണ് സാലറി. ആ രീതിയിൽ വലിയ വ്യത്യാസമില്ലാതെ തന്നെ താഴേക്ക് പോവുകയാണ്. ഒരു സെപ്റ്റംബർ വരെ അതേ സാലറി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നു. സെപ്റ്റംബറിലാണ് അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെൻ്റ് വരുന്നത്. അപ്പോൾ സാലറിയിൽ ഒരു ചെറിയ ഇൻക്രിമെൻ്റ് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ മാർച്ച് മുതൽ ഓഗസ്റ്റ് വരെ ഒരേ സാലറി തന്നെ എൻ്റർ ചെയ്യുന്നു. സെപ്റ്റംബർ ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെൻ്റ് കൂടി വന്നു. അപ്പോൾ അത് സാലറി എമൗണ്ട് മാറി. അത് തന്നെ ഫെബ്രുവരി 26 വരെ പോവുകയാണ്. അപ്പോൾ മാർച്ച് 25 മുതൽ ഫെബ്രുവരി 26 വരെയുള്ള സാലറി നമ്മുടെ ആ സാലറി ഡ്രോൺ സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കി നമ്മൾ ഫില്ല് ചെയ്തു. അടുത്തത് അരിയർ ഡീറ്റെയിൽസ് ആൻഡ് അതേഴ്സ് ആണ്. DA അരിയർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. നമുക്കൊന്നും ലഭിക്കാതായിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ DA അരിയർ എന്നുള്ളത് 0 എഴുതുന്നു. അടുത്തത് പേ റിവിഷൻ അരിയർ. പേ റിവിഷൻ അരിയറിൻ്റെ 1ഉം 2ഉം ഗഡുക്കൾ ഈ സാമ്പത്തിക വർഷമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തത്. PF-ലേക്കാണ് പോയത്. എംപ്ലോയീസിൻ്റെ PF-ലേക്കും പെൻഷനേഴ്സിന് അത് ഇൻ ക്യാഷായും കിട്ടി. ഇവിടെ നമ്മൾ ആ എമൗണ്ട് എൻറ്റർ ചെയ്യുകയാണ്. എത്രയാണ് നമ്മുടെ പേ റിവിഷൻ അരിയറായി കിട്ടിയതെന്ന് നമ്മൾ നേരത്തെ കണ്ട ആ സ്റ്റേറ്റ്മെൻറ്റിൽ പേ റിവിഷൻ അരിയർ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പേ റിവിഷൻ അരിയറായിട്ട് 2,53,056 രൂപ വന്നിട്ടുണ്ട്. ആ അരിയർ നമ്മളിവിടെ എൻറ്റർ ചെയ്യുകയാണ്. അപ്പോൾ പേ റിവിഷൻ അരിയർ എൻറ്റർ ചെയ്തു. ഇനി അതർ അരിയേഴ്സ്, നമുക്ക് മറ്റെന്തെങ്കിലും അരിയർ കിട്ടിയിട്ടുണ്ടോ എന്നാണ്. ഒന്നുമില്ല, 0 പറയുന്നു. ലീവ് സറണ്ടർ, നമ്മുടെ ഒരു മാസത്തെ സാലറിക്ക് തുല്യമായ തുക നമുക്ക് ലീവ് സറണ്ടറായിട്ട് മാറിയെടുക്കാൻ കഴിയുമായിരുന്നു. അത് ഇൻ ക്യാഷായിട്ട് കിട്ടിയ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഉണ്ട്. എന്നാൽ PF-ലേക്ക് ക്രെഡിറ്റ് ചെയ്ത മറ്റ് ജീവനക്കാരുമുണ്ട്. ഞാനിവിടെ PF ആയാലും ഇനി ക്യാഷായി കിട്ടിയാലും ഏതായാലും ആ എമൗണ്ട് നമുക്കിവിടെ എൻറ്റർ ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് ഈ സാമ്പത്തിക വർഷത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയ തുകയാണ്. അതുകൊണ്ട് ആ ഒരു മാസത്തെ സാലറിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ലീവ് സറണ്ടറായിട്ട് നമ്മളിവിടെ എഴുതുകയാണ്. അതിനുശേഷം ഫെസ്റ്റിവൽ അലവൻസ്, നമുക്ക് 2,750 രൂപ എല്ലാ വർഷവും ഫെസ്റ്റിവൽ അലവൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ എൻ്റർ ചെയ്തു. ഇനി എക്സസ് പേ ഡ്രോൺ അല്ലെങ്കിൽ ഡയസ്നോൺ. എക്സസ് പേ ആയിട്ട് നമ്മൾ ഏതെങ്കിലും തുക വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്, ഡയസ്നോൺ ആയിട്ട് ഒരു ദിവസം സാലറി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുകയാണ്. ഇത് രണ്ടും ഇല്ലാത്തവർ അവിടെ ഒന്നും ചെയ്യേണ്ട, 0 എൻ്റർ ചെയ്താൽ മതിയാവും. അടുത്തത് അതർ സാലറി ഇൻകം. മറ്റെന്തെങ്കിലും സാലറി ഇൻകം ഉണ്ടോ എന്നാണ് ചോദ്യം. നമ്മളിവിടെ നോ എഴുതുന്നു, അവിടെ 0 കൊടുക്കുന്നു. ഒന്നും എൻ്റർ ചെയ്യാതെ വിട്ടാലും പ്രശ്നമൊന്നുമില്ല. അടുത്തത് എനി അതർ ഇൻകം. ഇപ്പോൾ ബിസിനസ്സിൽ നിന്ന് ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സസ്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിൽ നിന്നുള്ള ഡിവിഡൻഡ് കിട്ടിയാൽ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്കിവിടെ ആഡ് ചെയ്യാം. ഉള്ളവർ ആ ഡിസ്ക്രിപ്ഷൻ എഴുതുക, എമൗണ്ട് എഴുതുക.
ഇദ്ദേഹത്തിന് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ 0 തന്നെ എഴുതുന്നു. അടുത്തത് വാടക വീട്ടിൽ താമസിക്കുന്നവരെ ഉദ്ദേശിച്ചുള്ളതാണ്. വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് എങ്ങനെയാണ് HRA നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള വിശദമായ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്കത് കാണാൻ കഴിയും. ഇവിടെ ഇദ്ദേഹം സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. ഇത് ഇദ്ദേഹത്തിന് ബാധകമല്ല. അവിടെ നമ്മളൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇനിയുള്ളത് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ്. 2 രീതിയിലുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. ഒന്ന് ATC എന്ന് പറയുന്ന ഒരു ഡിഡക്ഷൻ ഉണ്ട്. ATC, ATCC, ATCCD. ഇതെന്താണ്? മാക്സിമം 1.5 ലക്ഷം രൂപ വരെയുള്ള ATC ഡിഡക്ഷനും അല്ലാതെയുള്ള ഡയറക്റ്റ് സാലറിയിൽ നിന്നും കുറയ്ക്കാൻ കഴിയുന്ന ഡിഡക്ഷൻസും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രൊഫഷൻ ടാക്സ് പെയ്ഡ്. നമ്മളിവിടെ പ്രൊഫഷൻ ടാക്സ് എല്ലാ വർഷവും 2500 രൂപ നമ്മൾ അടയ്ക്കുന്നുണ്ട്, അല്ലേ? സാലറി കൂടിയവരും കുറഞ്ഞവരും എല്ലാം ഇപ്പോൾ 2500 രൂപ തന്നെയാണ് അടയ്ക്കുന്നത്. നേരത്തെ അതിനൊക്കെ ഒരു സ്ലാബ് ഉണ്ടായിരുന്നത് വളരെ നീതിയുക്തമായ ഒരു സ്ലാബായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. പാവപ്പെട്ട ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റും ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആളും സെയിം പ്രൊഫഷൻ ടാക്സ് ആണ് അടച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറേണ്ട സമയം കുറേ കഴിഞ്ഞു. എങ്കിലും അത് ആരും എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല. അത് നീതിയുക്തമായ രീതിയിലുള്ള ഒരു പ്രൊഫഷൻ ടാക്സ് ഡിഡക്ഷൻ അല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് ഒക്കെ കുറയ്ക്കുന്ന എവിടെയാണ്? ഓൾഡ് റെജീമിലാണ്. ഓൾഡ് റെജീമിൽ മാക്സിമം 2 ലക്ഷം വരെ നമുക്കത് കുറയ്ക്കാൻ കഴിയും. ഞാനിവിടെ ഒരു 1.5 ലക്ഷം കുറയ്ക്കുകയാണ് ഹൗസിംഗ് ലോൺ ഉള്ളതുകൊണ്ട് തന്നെ. മെഡിക്ലെയിം അപ്പോൾ മാക്സിമം 25,000. സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ പാരൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ 50,000 വരെ കുറയ്ക്കാൻ കഴിയും. നമുക്ക് മെഡിക്ലെയിം എന്ന് പറയുന്നത് മെഡിസപ്പിലേക്ക് അടച്ച തുകയുണ്ട്. അത് അവസാനത്തെ 2 മാസം 687 ബാക്കി മാസങ്ങളിലെല്ലാം 500 രൂപ വെച്ചാണ്. ഏതാണ്ട് 5,814 രൂപയാണ് കഴിഞ്ഞ വർഷം എല്ലാവരും മെഡിസപ്പിലേക്ക് അടച്ചത്. ആ തുക നമുക്കിവിടെ കുറയ്ക്കാം. ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കൂടി നമുക്കിവിടെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. അടുത്തത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെൻ്റലി ഓർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഡിപ്പെൻസസ്. നമുക്കറിയാം 1.25 ലക്ഷം രൂപ വരെ. അത് ആ ഡിസബിലിറ്റിയുടെ പെർസെൻറ്റേജിനനുസരിച്ച് 75,000 അല്ലെങ്കിൽ 1.25 ലക്ഷം. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് വളരെ കൂടുതൽ വ്യൂസും ഉണ്ട്. അതിൻ്റെ ലിങ്കും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ കഴിയും. അതിൽ നോക്കുമ്പോൾ ഈ ഡിഡക്ഷൻസിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഒന്നും ഇല്ല, ഞാൻ അവിടെ ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. അടുത്തത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ സ്പെസിഫൈഡ് ഡിസീസ്. നോക്കുക, ഇതിൽ നമുക്ക് ബാധകമായിട്ടുള്ള ഏതെങ്കിലും ഡിഡക്ഷൻ ഉണ്ട് എങ്കിൽ അത് എൻ്റർ ചെയ്യുക, ഇല്ല എങ്കിൽ വെറുതെ വിട്ടേക്കുക. ഇവിടെ NBS റിമൈനിങ് കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരു 1.5 ലക്ഷം രൂപ വരെ ATCയിൽ ഡിഡക്റ്റ് ചെയ്യാൻ കഴിയും. PFലേക്ക് 10,000 രൂപ അടച്ചു കഴിഞ്ഞാൽ തന്നെ 1,20,000 ആയി. ബാക്കി 30,000 രൂപ കൂടി NBSൻ്റെ നിന്ന് എടുത്തു കഴിഞ്ഞാലേ 1.5 ലക്ഷം രൂപയാവുള്ളൂ. ആ 30,000 പോയാൽ പിന്നെയും കാണും ബാക്കി കുറച്ച്. അപ്പോൾ അതിലുള്ള റിമൈനിങ് കോൺട്രിബ്യൂഷൻ എത്ര? അത് മാക്സിമം 50,000 രൂപ വരെ നമുക്കിവിടെ കുറയ്ക്കാൻ കഴിയും. അതിനെക്കുറിച്ചും ആ മുൻ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടേക്കുക. മറ്റേതെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ ഞാൻ തൽക്കാലം ഒന്നും എൻ്റർ ചെയ്യുന്നില്ല. ഇതൊരു സാമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ. അടുത്തത് ഓൾഡ് റെജീമിനും ന്യൂ റെജീമിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചില ഡിഡക്ഷൻസ് ആണ്. ഒന്ന് NPS എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. അത് ഓൾഡ് റെജീമിലും ന്യൂ റെജീമിലും അത് മാക്സിമം 10% ഓഫ് ബേസിക് പേ ആൻഡ് DA ആണ് ഓൾഡ് റെജീമിൽ. ന്യൂ റെജീമിലാണെങ്കിൽ 14% ഓഫ് ടോട്ടൽ ബേസിക് പേ ആൻഡ് DA ആണ്. അതിനകത്ത് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 7.5 ലക്ഷം രൂപ വരെ ഉള്ളവർക്കാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷനിൽ 10%, 14% കുറയ്ക്കാൻ കഴിയുന്നത്. ഞാനിവിടെ ഒരു എമൗണ്ട് കുറയ്ക്കുകയാണ്. അടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ATC ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ATC ഡിഡക്ഷൻ നമുക്കറിയാം മാക്സിമം 1.5 ലക്ഷമാണ്. LIC അടച്ചിട്ടുണ്ടാകും, പർച്ചേസ് ഓഫ് NSC. നമുക്കിവിടെ കോൺട്രിബ്യൂഷൻ ടു GPF നോക്കാം. നമ്മൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം 10,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം 1,20,000 രൂപ GPFലേക്ക് അടച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എത്ര കൂടി കുറയ്ക്കാം? 30,000. കാരണം 1.5 ലക്ഷമാണ് ആകെയുള്ളത്. കോൺട്രിബ്യൂഷൻ ടു NBS കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. NBS എത്രയാണ് നമുക്ക് നോക്കാം. 1,40,964. നമുക്ക് അവിടെ ഒരു 30,000 കൂടി ചേർന്നാൽ തന്നെ അത് 1.5 ലക്ഷമാവും. നമ്മളിവിടെ 1,40,964 ഉണ്ട്. നമ്മൾ അതിൽ നിന്ന് ഒരു 1 ലക്ഷം രൂപ കൂടി അവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഇവിടെ 2,20,000 ആയി. പിന്നെ SLI GAS ഒക്കെ വേണമെങ്കിലെല്ലാം ഇവിടെ എൻ്റർ ചെയ്യാമെന്നേ ഉള്ളൂ. പക്ഷേ എത്ര എൻ്റർ ചെയ്താലും മാക്സിമം 1.5 ലക്ഷം വരെ മാത്രമേ ATCയിൽ ഡിഡക്ഷൻ ഉള്ളൂ. അതും ഓൾഡ് റെജീമിലാണെന്ന് ആലോചിക്കുക. ന്യൂ റെജീമിൽ അതും ലഭിക്കില്ല. ഇത്രയുമായപ്പോൾ ഡിഡക്ഷൻസ് എല്ലാം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ഇതുവരെയായിട്ട് TDS നമ്മൾ അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുള്ളത് എത്രയാണ് നമുക്കതിനകത്ത് നോക്കാം എത്ര ഉണ്ടെന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സാലറി ലോൺ സ്റ്റേറ്റ്മെൻറ്റിൽ TDS ആയിട്ട് അടച്ചിട്ടുള്ളത് 94,000 രൂപയാണ്. അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. 94,000 രൂപ TDS എൻ്റർ ചെയ്തു. അപ്പോൾ
ഇതുവരെയായിട്ട് എൻ്റർ ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ എൻ്റർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ കാൽക്കുലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. നിമിഷങ്ങൾക്കകം കാൽക്കുലേഷൻ കഴിഞ്ഞു വന്നു. അപ്പോൾ ഇവിടെ ടാക്സ് എത്ര വന്നിരിക്കുന്നു എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ അബ്സ്ട്രാക്റ്റ് ഒന്ന് നോക്കാം. നെറ്റ് ടാക്സബിൾ ഇൻകം ഇവിടെ 12,10,980 വന്നു. ഇവിടെ 15,44,300 ന്യൂ റെജിമിൽ. കാരണം ആ 1.5 ലക്ഷം രൂപ ഹൗസിംഗ് ലോണൊക്കെ നമ്മളിവിടെ കുറച്ചു, ATCയിൽ 1.5 ലക്ഷം കുറച്ചു, അതൊന്നും ഇതിനകത്ത് പോവില്ല. അപ്പോൾ ഇവിടെ 15,44,300 നമ്മുടെ ഗ്രോസ് ഇൻകം വന്നു. അപ്പോൾ ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം ഓൾഡ് റെജീമിൽ ടാക്സ് വന്നിരിക്കുന്നത് 1,75,794. ന്യൂ റെജീമിൽ 1,11,645 ആണല്ലോ. അവിടെ നമുക്ക് സെസ് ഉണ്ട് ഒരു 4%. അത് ഓൾഡ് റെജീമിൽ 7,032, ന്യൂ റെജീമിൽ 4,466. ഇവിടെ നോക്കുക, ന്യൂ റെജീമിലാണ് ടാക്സ് കുറവ്, ഓൾഡ് റെജീമിൽ ടാക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെസ്സും ഇവിടെ കുറവാണ്. ടോട്ടൽ ടാക്സ് പേയബിൾ എന്ന് പറയുന്നത് ഇതിനകത്ത് 1,16,111 രൂപ. ഇവിടെയാണെങ്കിലോ 1,82,826 രൂപ. അപ്പോൾ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ? നമുക്ക് ന്യൂ റെജീം തന്നെയാണ്. ഇവിടെ നമ്മൾ അടച്ച തുക 94,000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ട്. 94,000 കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? നമുക്ക് 22,111 രൂപ കൂടി നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇവിടെയാണെന്നുണ്ടെങ്കിലോ 88,826. അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടുന്നത്? ന്യൂ റെജീം. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ന്യൂ റെജീമാണ്. കാരണം അതാണ് നമുക്ക് കൂടുതൽ പ്രോഫിറ്റബിൾ. ഇനി അത്രയൊന്നും പ്രോഫിറ്റ് എനിക്ക് വേണ്ട, എനിക്ക് ഓൾഡ് റെജീം മതി, എനിക്ക് കുറച്ചുകൂടെ പൈസ വയ്ക്കോട്ടെ, എനിക്ക് സർക്കാരിനെ സേവിക്കാൻ അത്ര ഇഷ്ടമാണ് എന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് സെലക്ട് ഓൾഡ് കൊടുക്കാം. എന്നാൽ ഇവിടെ ന്യൂ റെജീം നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. ഇനിയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഓഫീസിൽ കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എംപ്ലോയീസ്, പെൻഷനേഴ്സ് രണ്ടും ഇവിടെ ഉണ്ട്. നമ്മളിതിൽ എംപ്ലോയി ആയതുകൊണ്ട് നമുക്ക് എംപ്ലോയീസിൻ്റെ ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി ഫിനാൻഷ്യൽ 2025-26 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ സാലറി നോക്കുക, മാർച്ച് 25 മുതൽ ഫെബ്രുവരി 26 വരെയുള്ള ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫൈനൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതാണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഓഫീസിൽ ഏൽപ്പിക്കാനുള്ളത്. ഇവിടെ നോക്കുക, ബാലൻസ്ഡ് ഇൻകം ടാക്സ് ടു ബി പെയ്ഡ് എത്രയാണ്? 22,111. കഴിഞ്ഞ മാസമായിരുന്നെങ്കിൽ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് ജനുവരിയും ഫെബ്രുവരിയും ആയിട്ട് അടയ്ക്കാൻ പറ്റുമായിരുന്നു. അത് ആൻറ്റിസിപ്പേറ്ററി സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. പക്ഷേ ഇതിനെ നമ്മൾ ഫൈനൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുമ്പോൾ ഒറ്റ അടവാണ്. 22,111 എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തെ സാലറിയിൽ നിന്ന് നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ട എത്രയാണ്? 22,111. ഈ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓഫീസിൽ കൊടുത്താൽ മാത്രമേ അവർക്ക് സാലറി പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് TDS എന്നുള്ള ഭാഗത്ത് അവർ എത്ര ഡിഡക്റ്റ് ചെയ്യും? ഫൈനൽ ഇൻകം ടാക്സ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 22,111. എന്നാൽ ഇതായിരിക്കില്ല നമ്മൾ ആക്ച്വലി അടയ്ക്കേണ്ട ഇൻകം ടാക്സ്. അത് ഇനിയും നമുക്ക് AIS ഒക്കെ എടുത്ത് നമ്മൾ ജൂലൈ 30 മുമ്പ് നമുക്ക് ഫൈനൽ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ആക്ച്വലി എത്രയാണ് അടയ്ക്കേണ്ടതെന്ന് അറിയേണ്ടത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. വീഡിയോ കാണുന്നവരുടെ ഒരു അഭ്യർത്ഥന, വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം വീഡിയോ കാണുന്ന ആൾക്കാരുടെ എണ്ണത്തിൻ്റെ ഒരു 10% ആൾക്കാർ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പരമാവധി ആൾക്കാർ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.